മദീനയിലെ മസ്ജിദ് നബവിയിൽ നിന്ന് ഒരു തുർക്കി മുസ്ലിം വിവരിച്ച ഒരു ദൃക്സാക്ഷി വിവരണമാണ് ഇന്നത്തെ വീഡിയോ. വളരെ മനോഹരമായ പ്രവാചക അനുരാഗത്താൽ ആകർഷ്ടനായ ഒരു യുവാവിൻ്റെ കഥയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ ഞാൻ നിൽക്കുകയായിരുന്നു. 4 പോലീസുകാർ ആരെയോ കാത്ത് ആരെയുടെയോ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഒടുവിൽ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. ആ 4 പോലീസുകാർ അവനെ പിടികൂടുകയും അവൻ്റെ കൈകൾ ബലമായി പിടിച്ചു കെട്ടുകയും ചെയ്തു. യുവാവ് ആ പോലീസുകാരോട് പറയുന്നുണ്ട്: ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ മോഷ്ടാവോ അല്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക് അവനെ അറിയാമെന്ന് തോന്നി. എവിടെയോ കണ്ട് നല്ല മുഖപരിചയമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ വെച്ച് അദ്ദേഹം കരയുന്നത് പലതവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒരു അൽബേനിയൻ യുവാവായിരുന്നു. ഏകദേശം 35-36 വയസ്സായി കാണും. സ്വർണ്ണ നിറത്തിലുള്ള മുടിയും ഇളം താടിയുമുള്ള ഒരു മനുഷ്യൻ. ഞാൻ പോലീസുകാരോട് ചോദിച്ചു, എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? പോലീസുകാരൻ പറഞ്ഞു, അദ്ദേഹം 6 വർഷമായി മദീനയിൽ അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അവനെ നാട് കടത്താൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവൻ രക്ഷപ്പെട്ട് മദീന പള്ളിയിൽ അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും യുവാവ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്: എന്നെ വിട്ടയച്ചാൽ എന്ത് സംഭവിക്കും? ഞാനൊരു പ്രവാചക അനുരാഗിയാണ്. ഞാനൊരു കള്ളനോ മോഷ്ടാവോ യാചകനോ ഒന്നുമല്ല. പ്രവാചക സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവനെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പോലീസ് തറപ്പിച്ചു പറഞ്ഞു. ഈ സമയം യുവാവ് അവസാനമായി പോലീസിനോടൊരു കാര്യം ചോദിച്ചു: അല്പസമയം എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം അനുവദിച്ചു തരണം. പോലീസ് അവന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം കൊടുത്തു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്: അല്ലാഹുവിൻ്റെ റസൂലെ, ഞാനും നിങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നുവല്ലോ. എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എൻ്റെ ബിസിനസ് വേണ്ടാന്ന് വെച്ച് ഞാനിവിടെ വന്നിട്ടുള്ളത് അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? ഉടനെ യുവാവ് ബോധരഹിതനായി. അയാൾ അഭിനയിക്കുകയാണെന്ന് പോലീസ് കരുതി. അല്പസമയങ്ങൾക്ക് ശേഷം പോലീസുകാർ അദ്ദേഹത്തിൻ്റെ നാഡീമിടിപ്പ് പരിശോധിച്ചപ്പോൾ 15 മിനിറ്റിന് മുമ്പ് ആ യുവാവ് മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ആകെ തകർന്നിരുന്നു. ആ യുവാവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോയി. മയ്യത്ത് സംസ്കാര പ്രാർത്ഥനയിൽ ഞാനും പങ്കുകൊണ്ടിരുന്നു. ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞങ്ങൾ വലിയ പാപം ചെയ്തിരിക്കുന്നു. മയ്യത്ത് നമുക്ക് തന്നെ ചുമക്കാം. പരലോകത്ത് കുറച്ച് കരുണ നമുക്ക് ലഭിച്ചേക്കാം. അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ എന്താണ് ഇതിൽ ഇടപെടാത്തത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ഒരു നിമിഷം ഞാൻ സ്തബ്ധനായി നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ ഇടപെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു. മരണത്തിൻ്റെ മാലാഖ എന്നേക്കുമായി ആ യുവാവിനെ പ്രവാചക സന്നിധിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ അൽബേനിയൻ യുവാവിന് പ്രവാചക അനുരാഗത്തിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ പാത പിൻപറ്റുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.